ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇന്ന് 3 വയസ്സ് തികയുവാണേ. എത്ര പെട്ടെന്നാണല്ലേ സമയം കടന്നു പോണത്. അവൾക്ക് 3 വയസ്സായെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ മാളിച്ചിട്ട വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാണേ. അപ്പോൾ ബലൂൺ എല്ലാം വീർപ്പിച്ചതിന് ശേഷം നമ്മൾ ഡെക്കറേഷൻ പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലും അതിന് എടുക്കേണ്ട എഫേർട്ട് അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. കുറേ നേരം എടുത്തിട്ട് ചെയ്ത ഒരു ഡെക്കറേഷനായിരുന്നു ഇത്. നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല ഡെക്കറേഷൻ പരിപാടി എന്ന് പറയണത് കേട്ടോ. പക്ഷേ അവൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ബലൂൺ വീർപ്പിക്കലും കെട്ടലും പിന്നെ നമ്മൾ ഓരോ ഡെക്കറേഷൻ ചെയ്യണതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നേ. നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അത് നല്ല ഭംഗിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ ഞാനും ആളും കൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിറ്റപ്പനും ഫാമിലിയൊക്കെ വന്നിട്ടോ. അവരൊക്കെ വന്നിട്ടും നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സമയം അപ്പോഴത്തേക്കും ഒരു 8-8:30 ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിറ്റയും ചിറ്റപ്പനൊക്കെ വന്ന പുറകെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നേ. അവരും വന്ന് വേഗം അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മളൊന്ന് ഹാങ് ചെയ്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനതൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണേ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഹാങ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല സിമ്പിളുമായിരുന്നു, എന്നാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡി ആകാൻ കേട്ടോ, കേക്ക് മുറിക്കാനായിട്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും കേക്ക് മുറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറിച്ചപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും കൂടെ വന്നൊന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഒന്ന് സെറ്റായത്. ഫൈനലി ഇത് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാനൊന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് പിന്നെ ആ ഡെക്കറേഷനും കേക്കും എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ആൾ ഡബിൾ ഹാപ്പി ആയിരുന്നേ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തേക്ക്. കേക്ക് കട്ടിങ് മിഠായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പിള്ളേർക്കും അതുപോലെ തന്നെയാണല്ലോ. പിന്നെ കേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴാമേ മുറിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നേ. ഫൈനലി നമ്മൾ കേക്ക് കട്ടിങ് ആണേ. ഇപ്പോൾ അത്യാവശ്യം അറിവ് വെച്ചേക്കുന്നതുകൊണ്ട് കേക്ക് കട്ടിങ്ങും എല്ലാവരും ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മുറിച്ചിട്ട് രണ്ടുപേരും ആദ്യം വായിൽ വെച്ച് കൊടുക്കുകയാണേ. തിരിച്ച് അവൾ വെച്ച് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചനും അച്ചാമ്മയും അമ്മാമ്മയും അപ്പാപ്പനും ചിറ്റയും ചിറ്റപ്പനും ഇബ്ചേട്ടനും എല്ലാവരും കൂടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരും എല്ലാവരും വന്ന് വായിലൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവളും തിരിച്ച് എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കേക്ക് ആയതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. വാനില ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ അത് നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ അവൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ കേക്കൊക്കെ തട്ടിയിട്ടിരിക്കുകയാണ്. നല്ലോണം മട്ടിച്ചെന്ന് തോന്നുന്നു ആൾക്ക്. പിന്നെ കേക്ക് കൊടുത്തിട്ട് വേണ്ട കഴിക്കണ്ടെന്ന് പറയണമായിരുന്നു കേട്ടോ. എല്ലാവരും വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ബർത്ത്ഡേ ആണ്, കേക്ക് കട്ടിങ് ഉണ്ടാകും, മിഠായി ഉണ്ടാകും എന്നൊക്കെ ഒരാഴ്ച മുന്നേ കുഞ്ഞാറ്റയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നാണോ ബർത്ത്ഡേ എന്നും പറഞ്ഞായിരുന്നു കേട്ടോ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അവൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആവാൻ വേണ്ടിയിട്ട്. കേക്ക് മുറിക്കണം, അത് കഴിക്കണം, മിഠായി ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദം പൊട്ടിക്കുകയാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു, ദം ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ദം പൊട്ടിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ദം പൊട്ടിച്ചപ്പോൾ തന്നെ അടുക്കള മൊത്തം നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നേ. നല്ലോണം എല്ലാം മിക്സ് ആയിട്ടിരുന്നിട്ട് ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഈന്തപ്പഴച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പോളിങ്ങിലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. എന്താ വെച്ചാൽ സെപ്പറേറ്റ് എല്ലാ ബിരിയാണിയും നല്ലോണം സെപ്പറേറ്റ് കിടന്നിട്ട് ആ ഒരു ഫ്ലേവർ എല്ലാത്തിലേക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങാം കേട്ടോ. ആദ്യം ആളും പാറും കൂടെയാണേ പോണത്. അപ്പം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമമാണ്. വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണെങ്കിലും ആരും പോണത് പുള്ളിക്ക് ഇഷ്ടമല്ല. പിന്നെ ഏകദേശം രാത്രി ഒരു 11-11:30 ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണവും ഉണ്ടായിരുന്നേ പുള്ളിക്ക്. അങ്ങനെ ഓരോരുത്തരായി പോയി നമ്മുടെ 3 വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും കഴിഞ്ഞിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ.